അങ്ങനെ സ്ക്വിഡ് ഗെയിം സീസൺ 2 കണ്ടു. അടിപൊളി സീരീസ് ആയിട്ടാണ് എനിക്ക് സീസൺ 2 ഇഷ്ടപ്പെട്ടു. സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 1 പോലെ തന്നെ അടിപൊളി തന്നെയാണ് ഈ സീസൺ 2. സീസൺ 1 ഓൾറെഡി അറിയാം, ആ ഒരു കൊറോണ ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ മണി ഹീസ്റ്റ് എന്ന് പറഞ്ഞ സീസൺ ഉണ്ട്. അതേപോലെ തന്നെ ഈ സീസൺ ഭയങ്കര ഹിറ്റായിരുന്നു. സോ അതുകൊണ്ട് അതിൻ്റെ സീസൺ 2 വരുമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഹോപ്പും കാര്യങ്ങളും ഉണ്ടാവും. ആ ഹോപ്പും കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സീസൺ 2 പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഈ സീസൺ 2 വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ സീസൺ 1 അത്ര തന്നെ സീസൺ 2 എത്തുമെന്നുള്ള എനിക്ക് ഡൗട്ടെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ ഈ സീസൺ 2 നൽകിയിട്ടുള്ളവർ. അതിനകത്തുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ സീസൺ 1 പോലെയൊന്നല്ല ഈ സീസൺ 2 ഉള്ളത്. ഫുള്ളി ചേഞ്ച് ആണ്. ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിച്ച കാര്യം അതാണ്. ഇപ്പോൾ ഈ സീസൺ 1 എന്ന് പറഞ്ഞാൽ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആ ഒരു ഗെയിമിലേക്ക് കടക്കുന്നു. പിന്നെ സീസൺ 1 കാണിച്ചുള്ള സെയിം ഗെയിംസും കാര്യങ്ങളും അതേപോലെ തന്നെ ആയിരിക്കും ഈ സീസൺ 2 ആണോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചത്. ബട്ട് അതേപോലെയല്ല, ഇത് ടു ചേഞ്ച് തന്നെയാണ് ഈ സീസൺ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ. ഈ സീസൺ 1 പോലെ തന്നെ സീസൺ 2 പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നിങ്ങൾക്ക് തെറ്റി. ഇത് വേറെ ലെവലോട്ടായി സീസൺ 2 പോയി കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇതിൻ്റെ ട്രാക്ക് ഇങ്ങനെ മാറുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലൊക്കെ എത്തുമ്പോൾ ടോട്ടൽ 7 എപ്പിസോഡ് സീസൺ 2 ആ സീസൺ 2 ലാസ്റ്റ് 7ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ട്രാക്ക് ഫുള്ളി ചേഞ്ച് ആക്കിയിട്ട് വേറെ തന്നെ സാധനത്തിലേക്ക് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്പോയിലർ അതിനെ കൊണ്ട് പറയുന്നില്ല. സോ അതിൻ്റെ മുന്നേ തന്നെ ഈ സാധനം വേറെ തന്നെ ട്രാക്കിലേക്ക് ചേഞ്ച് ആക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കും ഈ സംഭവത്തിൽ കൊണ്ടേ നിർത്തുന്നു. ബട്ട് അങ്ങനെയല്ല, ഇത് വേറെ തന്നെ സാധനത്തിലേക്ക് പോയി നിർത്തുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ സീസൺ 1 കാണിച്ച പോലെ ക്ലീഷേ സെയിം ടെംപ്ലേറ്റ് സാധനം തന്നെ ഇത് പിടിക്കുമെന്ന് വിചാരിച്ച സമയത്ത് ആ സാധനങ്ങൾ മാറ്റിയിട്ട് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ സാധനം കണക്റ്റായി. അതിൻ്റെ അകത്ത് ഹ്യൂമൻസിൻ്റെ കുറേ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. മറ്റേ നമ്മളെ പൈസ കണ്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും അവരെ ഒരു സ്വഭാവ മാറ്റങ്ങളെല്ലാം കിടിലം പോലെയത് സീസൺ 2 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഹ്യൂമൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ചേഞ്ചും ഇതിനകത്ത് കാണിച്ചിട്ട് വ്യത്യസ്ത ഗെയിംസൊക്കെ ഉണ്ട്. സീസൺ 1 കാണിച്ച പോലത്തെ ഗെയിമൊന്നുമല്ല. ആകെ ഫസ്റ്റ് മറ്റേ ഒരു ഗെയിമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വേറെ വേറെ ഗെയിംസാണ്. അതൊക്കെ നിങ്ങൾ കണ്ടു ആസ്വദിക്കുക. സോ അങ്ങനത്തെ കാണിച്ച ഗെയിംസൊക്കെ അടിപൊളി തന്നെയാണ്. ആൻഡ് ഈ സീസൺ 1 വേണ്ട ആൾക്കാർ നിങ്ങൾ സീസൺ 2 എന്താ സംഭവിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ജിൻഹുൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഒരു ഗെയിം കളിച്ച പാടിന് ആ ഒരു ഗെയിമിൽ ആൾക്കാർക്ക് അങ്ങനെ തിരിയുകയാണ്. സോ ആ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്ത ആൾക്കാരും ഈ ഒരു ജിൻഹു എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുള്ള ഫേസ് ഓഫും കാര്യങ്ങളും സീസൺ 2 കാണിച്ചുകൊണ്ട് ആൻഡ് നല്ല ഈ തന്നെ ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സീസൺ 2 വേറെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലിഫ് ഹാങ്കർ ഇവർ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് കൊണ്ടായിട്ട് സഡൻ നിർത്തലാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനെയും കാണാൻ ഒരു 8ാമത്തെ എപ്പിസോഡും കൂടി നമ്മൾ കാണിച്ച് നിർത്തിയാൽ മതി. അങ്ങനത്തെ ടോട്ട് നമ്മളെ മനസ്സിൽ കൊണ്ടുതരും. സോ ഒരു അടിപൊളി ക്ലിഫ് ഹാങ്കറോടെ നിർത്തിയിട്ട് പെട്ടെന്ന് സഡൻ എന്തായിപ്പോയി, അയ്യോ ഇത് നിർത്തണ്ടായുള്ള ചിന്ത നമ്മൾ മനസ്സിൽ തോന്നിപ്പോൾ. സോ അങ്ങനത്തെ രീതിയൊക്കെ എന്തായിട്ടുണ്ട്. അതിന് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സീസൺ 3 ഫൈനൽ സീസൺ ആണെന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അതിന് നല്ലൊരു കാര്യം തന്നെ. ഇത് അധികം വലിച്ചുകൊണ്ട് പോയാൽ നല്ല ഇങ്ങനെ ബോറടിക്കും. ഇത് കൃത്യസമയം തന്നെ ഇവർ നിർത്താൻ തോന്നിച്ച കാര്യം അടിപൊളി തന്നെയാണ്. അങ്ങനെ കുറേ സീരീസൊക്കെ അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. കുറേ സീരീസ് അങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് എന്നൊരു സീസൺ ഉണ്ട്, 3 സീസണാണ്. അടിപൊളി സീസൺ. സോ അങ്ങനത്തെ സീസൊക്കെ നിർത്തേണ്ട സമയത്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിർത്തേണ്ട സമയത്ത് തന്നെ നിർത്തുന്ന തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സീരീസ്. സോ 3rd സീസൺ ഫൈനൽ സീസൺ ആണ്. അത് 2025 ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത കൊല്ലമാണ് ഇവർ റിലീസ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ കട്ട വെയിറ്റിംഗ് തന്നെയാണ്. നല്ലൊരു ക്ലിഫ് ഹാങ്കർ കിട്ടുന്ന സീസൺ ഈ സീസൺ 2 എനിക്ക് ഫീൽ ചെയ്തു. സോ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 1 ഇഷ്ടമുള്ളവർക്ക് ഈ സീസൺ 2 എന്തായാലും കാണണമെന്ന് ഞാൻ പറയുള്ളൂ. കിട്ടുന്ന സീരീസാണ്. കണ്ടിട്ടുള്ള എന്തായാലും കണ്ടുവെക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.